അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എനിക്ക് തന്നിരിക്കുന്ന നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത് സൈക്കോ ഡൈനാമിക്സ് തെറാപ്പി ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ്, ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ്, ഫ്രോയിഡ് സ്ട്രക്ചറൽ ആൻഡ് ടോപ്പോഗ്രാഫിക്കൽ മോഡൽ, സൈക്കോസെക്ഷൽ സ്റ്റേജസ്, ബേസിക് ടെനന്റ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് സൈക്കോ അനലറ്റിക്കൽ തിയറി. അപ്പം അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങളൊന്ന് വായിച്ചേക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ അനലറ്റിക്കൽ സൈക്കോളജി ആൻഡ് ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഈ പറയപ്പെട്ട അതിനകത്ത് ഏകദേശം ഒരു 7-8 ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. ആ രണ്ട് ചോദ്യങ്ങളെ അതിനുള്ള ആൻസേഴ്സ് ആണ് ഈ എൻ്റയർ സ്ലൈഡിനകത്തുള്ളത്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, പെട്ടെന്ന് പറയാം. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ സൈക്കോ തെറാപ്പിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മോഡൽസിനകത്ത് മെന്റൽ ഡിസോർഡേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ സൈക്കോ തെറാപ്പികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സൈക്കോ തെറാപ്പിയുടെ ബേസിലുള്ള ഒരു പേപ്പറാണ് ഈ പരീക്ഷ. എന്താണ് 0013 എന്ന് പറയുന്നത് സൈക്കോ തെറാപ്പീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതിനകത്ത് കോഗ്നിറ്റീവ് സൈക്കോളജി ഉണ്ട്, ബിഹേവിയറൽ സൈക്കോളജി ഉണ്ട്, പിന്നെ അതോടൊപ്പം ഇന്റഗ്രേറ്റീവ് സൈക്കോളജി ഉണ്ട്, പിന്നെ സൊല്യൂഷൻ ഫോക്കസ്ഡ് സൈക്കോളജി ഉണ്ട്, ഫാമിലി തെറാപ്പി ഉണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ സൈക്കോ തെറാപ്പികൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഒന്നാമത്തെ ചോദ്യത്തിനകത്ത് അതിന്റെ ആൻസർ ആണ് ഈ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ സൈക്കോ തെറാപ്പിയും ചില സമയങ്ങളിൽ സൈക്കോ തെറാപ്പിയും അല്ലെങ്കിൽ എന്താണ് സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗും തമ്മിലുള്ള ഡിഫറൻസ് ചില ക്വസ്റ്റ്യൻസിനകത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കൗൺസിലിംഗ് ആൻഡ് സൈക്കോ തെറാപ്പി പലപ്പോഴും എന്താണ് ഒരു ഇന്റർചേഞ്ചബിൾ ടേംസ് ആയിട്ടാണ് സൈക്കോളജിസ്റ്റുകൾ പൊതുവെ ഉപയോഗിക്കുന്നത്. എന്നാൽ നല്ലൊരു ശതമാനം സൈക്കോളജിസ്റ്റുകളും അതിന് രണ്ട് ഭാഗമായിട്ടും കാണാറുണ്ട്. ഒരു ഇന്റർചേഞ്ചബിൾ ടേമായിട്ടും കാണാറുണ്ട്. അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയും ഉണ്ട്, സൈക്കോ തെറാപ്പി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. നമ്മുടെ പഠനത്തിനൊക്കെ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ രണ്ടിനും രണ്ടായിട്ട് തന്നെ കാണുന്നതാണ് എളുപ്പം. അതിന്റെ അർത്ഥം ഇതാണ്: കൗൺസിലിംഗ് എന്ന് പറയുന്നത്, കൗൺസിലിംഗ് ക്യാൻ ബി ഡൺ ഓൺലി ടു ദ നോർമൽ പേഴ്സൺസ് ഹു ആർ ഹാവിംഗ് ഇമോഷണൽ ഡിസ്റ്റർബൻസ്. കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്നത് നോർമൽ പേഴ്സൺസ് ആയിരിക്കണം. അവർക്ക് എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തരണം ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. എന്നാൽ സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് ആ ഇമോഷണൽ ഡിസ്റ്റർബൻസിലേക്ക് തരണം ചെയ്യുന്ന പ്രശ്നങ്ങളുമുണ്ട്, അതോടൊപ്പം തന്നെ ചില മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഡിപ്രഷൻ, അല്ലെങ്കിൽ എന്താണ് ബൈപോളാർ, സ്കിസോഫ്രേനിയ, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് ചില സൈക്കോ തെറാപ്പികൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയും സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് മറ്റൊരു മേഖലയുമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ഈ കൗൺസിലിങ്ങിന് ഇടയ്ക്ക് തന്നെ നമ്മൾ ചില തെറാപ്പികൾ, ഉദാഹരണത്തിന് CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് പറയുന്നത് അതൊരു ടോക്ക് തെറാപ്പിയാണ്. സൈക്കോ തെറാപ്പിയിൽ ചിലതൊക്കെയും ഞാൻ അതിനെ വിളിക്കുന്നത് ആസച്ച് തെറാപ്പി എന്ന് പറയും. എന്താണ്, ചില ടെക്നിക്കുകളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു തെറാപ്പി ഉണ്ട്. ഉദാഹരണത്തിന് NLP അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് തെറാപ്പിയിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കസേരകൾ അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ഒരു MT ചെയർ ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനങ്ങനെ ടെക്നിക്കുകളാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ CBT എന്ന് പറയുന്നത് എപ്പോഴും സംഭാഷണത്തിലൂടെ വരുത്തുന്ന മാറ്റങ്ങളാണ്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഈ ഒരു ഡിസ്റ്റിങ്ഷൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ക്യാൻ ബി ഡൺ ഓൺലി ടു ദ നോർമൽ പേഴ്സൺ ഹു ആർ ഹാവിംഗ് ഇമോഷണൽ ഡിസ്റ്റർബൻസ്. ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നമുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു സഹായമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. എന്നാൽ സൈക്കോ തെറാപ്പിയിൽ എപ്പോഴും എന്താണ്, ചില ടെക്നിക്കുകൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുകൊണ്ട് ഞാനിപ്പോ ഈ CBTയുടെ കാര്യം പറഞ്ഞ്, അതുകൊണ്ട് ചില സൈക്കോളജിസ്റ്റുകളൊക്കെയും ഈ സൈക്കോ തെറാപ്പി എന്ന് പറയുന്നതിനെയും കൗൺസിലിംഗ് എന്ന് പറയുന്ന ഇന്റർചേഞ്ച്, പരസ്പരം വ്യത്യസ്തമല്ല, പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചിലവര് വളരെ വ്യത്യസ്തമായിട്ടും കാണാറുണ്ട്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചേക്കണം. സം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് സീ ലിറ്റിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി. വേർ ആർ സം അതേഴ്സ് ഡ്രോ എ ഷാർപ്പ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദീസ് ടു. അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി പെർഹാപ്സ് കൗൺസിലിംഗ് ആൻഡ്
At one end is simple information given, and at the other end it is intensive psychotherapy. അതൊന്നും നമുക്ക് അത്രയും മതിയാവും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ആയിട്ട്. ഇനി സൈക്കോ ഡൈനാമിക്സ് തെറാപ്പി എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ 2 കാര്യങ്ങൾ ചിന്തിച്ചിരിക്കണം. പൊതുവെ ഫ്രോയിഡിന്റെ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രോയിഡിന്റെ തിയറികളെ മാത്രമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സൈക്കോ ഡൈനാമിക്സ്. സൈക്കോയ്ക്ക് ഒരു ഡൈനാമിക്സ് ഉണ്ട്. ആ ഡൈനാമിക്കലായിട്ടുള്ള തെറാപ്പികളെയാണ് സൈക്കോ ഡൈനാമിക്സ് തെറാപ്പി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സൈക്കോ അനലറ്റിക്കൽ തെറാപ്പി ഉണ്ട്. ഇത് രണ്ടും 2 വശങ്ങളാണ്. 2 വശങ്ങളാണെങ്കിലും ഒരുമിച്ച് പോകുന്ന സൈക്കോ തെറാപ്പിയാണ്. ഫ്രോയിഡിന്റെ മാത്രമായിട്ടാണെങ്കിൽ നമ്മൾ അതിനെ എന്താണ് പൊതുവെ വിളിക്കും, അദ്ദേഹം അനാലിസിസുകളാണ് സൈക്കോയെ, മൈൻഡിനെ അനലൈസ് ചെയ്തിരുന്നു. ആ അനാലിസിസ് ഉള്ളത് കൊണ്ടാണ് അതിന് നമ്മൾ പൊതുവെ അനലറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കുറെ കോൺസെപ്റ്റുകളിൽ മാറ്റം വരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായ കാൾ യൂങ് ഇദ്ദേഹം വന്നിട്ട് പറയുന്നു അത് അങ്ങനല്ല, ഇഡ് എന്ന് പറയുന്നതിനേക്കാളൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മറ്റ് ചില കാര്യങ്ങൾക്കാണ്. കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് ഒക്കെ പറയും, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈഗോയ്ക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു. ഇങ്ങനെയൊക്കെ ചെറിയ ചേഞ്ചുകൾ വരുത്തി. അതിന്റെ അർത്ഥം ഇത്രയുമാണ്. സൈക്കോ അനലറ്റിക്കലും സൈക്കോ അനലറ്റിക്കൽ എന്ന് പറഞ്ഞ ഒരു അംബ്രല്ല ടേമാണ്, അല്ലെങ്കിൽ ഒരു ഡൈനാമിക്സ് ഒരു ടേമാണ്. എന്നാൽ ഫ്രോയിഡിന്റെ മാത്രമായിട്ട് ഉള്ള തിയറിയെ അദ്ദേഹം അവലംബിച്ചിരിക്കുന്ന ടെക്നിക്കിനെ നമ്മൾ സൈക്കോ അനലറ്റിക് എന്നും, എന്നാൽ എൻ്റയർലായിട്ടുള്ള അവരെ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന മറ്റുള്ള എല്ലാ സൈക്കോളജിസ്റ്റുകളെയും ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്കോ ഡൈനാമിക് തെറാപ്പി എന്ന് പറയുന്നത്. ആ ഡിസ്റ്റിങ്ഷൻ ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഇത് ഓർത്തിരിക്കുക. ഇനി സൈക്കോ ഡൈനാമിക്സ് തെറാപ്പി ഓർ സൈക്കോ അനലിറ്റിക് തെറാപ്പി ഈസ് എ ജനറൽ നെയിം ഫോർ തെറപ്യൂട്ടിക് അപ്രോച്ച് that try to enable the patients to bring the surface his true feeling so that he can experience them as understand them. അപ്പം ഒരു മനുഷ്യന്റെ എന്താണ് അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് സർഫേസിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈക്കോ തെറാപ്യൂട്ടിക് ടെക്നിക്കാണ് ഈ സൈക്കോ ഡൈനാമിക്സ് തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ സൈക്കോ ഡൈനാമിക്സിനകത്ത് പ്രധാനമായിട്ടും വരുന്ന ഫ്രോയിഡിന്റെ തിയറികളുണ്ട്, അൽദറിന്റെ തിയറികളുണ്ട്, കാൾ യുങ്ങിന്റെ തിയറികളുണ്ട്, ഹാരി സ്റ്റോക്ക് സുലിബിയാന്റെ തിയറികളുണ്ട്. ഇങ്ങനെ കുറേ സൈക്കോളജിസ്റ്റുകളുടെ അന്ന ഫ്രോയിഡിന്റെ തിയറി ഉണ്ട്. ഇവരുടെയൊക്കെ സൈക്കോ തെറാപ്പികളെയൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്ന പേരാണ് സൈക്കോ ഡൈനാമിക്സ് അല്ലെങ്കിൽ സൈക്കോ അനലറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. ഒരു അംബ്രല്ല ടേമായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കുക. എന്നാൽ ഫ്രോയിഡിന്റെ കോൺസെപ്റ്റിൽ മാത്രമായിട്ട് ഫ്രോയിഡിന്റെ കോൺസെപ്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം കൂടുതലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആ ഇതിനാണ്. ഇതിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് ബാക്കി പിന്നീട് വന്ന സൈക്കോളജിസ്റ്റുകളൊക്കെയും അതിൽ നിന്ന് മാറിയിട്ട് അവരെന്താണ് മറ്റുള്ള ടെക്നിക്കുകളൊക്കെയും ഇന്റഗ്രേറ്റ് ചെയ്യും. ഇതിന്റെ എല്ലാം പ്രോസസ്സും സൈക്കോതെറാപ്പിയുടെ ടെക്നിക്കുകളും ഏകദേശം ഒന്ന് തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Our parents and our relationship with them are responsible for most of our troubles, though on an unconscious level. ഈ പറയപ്പെടുന്ന സൈക്കോ ഡൈനാമിക്സ് തെറാപ്പികൾ മുഴുവനും പറയുന്ന എന്താണ്? നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളും നമ്മുടെ റിലേഷൻഷിപ്പിനകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളും നമ്മുടെ സിറ്റുവേഷനുമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ സൈക്കോ ഡൈനാമിക്സ് തിയറി എൻ്റെ സൈക്കോ തെറാപ്പി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു പോയിന്റ് വ്യക്തമാണോ? Is it clear? ആരെങ്കിലും ഒക്കെ തുറന്ന് പറയണം കേട്ടോ, ക്ലിയർ ആണോ അല്ലയോ? ഓക്കെ. While the clients keeps talking, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റ് കാര്യങ്ങൾ പറയുമ്പോൾ the therapist help the clients to become aware of the connection between his relationship with his parents and actions or motivation right now. അപ്പം ഈ ഒരു സൈക്കോ തെറാപ്പിയില് എൻ്റെ സൈക്കോ ഡൈനാമിക്സിനകത്ത് അത് അൽദറിന്റെ ആയിക്കോട്ടെ, ഹാരി സ്റ്റോക്ക് സുലിബാന്റെ ആയിക്കോട്ടെ, അൽദറിന്റെ ഫ്രോയിഡിന്റെ ആയിക്കോട്ടെ, കാൾ യുങ്ങിന്റെ ആയിക്കോട്ടെ, ആരുടെ സൈക്കോ തെറാപ്പിയിലായാലും എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണ്? അവരുടെ പാസ്റ്റ് ലൈഫും ഇപ്പോഴത്തെ പ്രസന്റും ഇനി ഫ്യൂച്ചറിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് സൈക്കോ ഡൈനാമിക്സ് കൊണ്ടുപോകുന്നത്. അപ്പം ഇത് ഓർത്തിരിക്കണം. എന്നാൽ ഇപ്പൊ ഉദാഹരണത്തിന് സൊല്യൂഷൻ ഫോക്കസ് തെറാപ്പി,
അതിലേക്ക് വരുമ്പോൾ അവര് ഇതെല്ലാം എൻ്റെതായിട്ട് കംപ്ലീറ്റ് ഡിനൈ ചെയ്യുക. ഇതിങ്ങനൊന്നും അല്ല, ഇപ്പോഴും മനുഷ്യൻ എന്താണോ എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പം ഈ പാസ്റ്റിനൊന്നും ഒരിക്കലും പ്രാധാന്യം കൊടുക്കത്തില്ല. എന്നാൽ സൈക്കോ ഡൈനാമിക്സ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അവരുടെ ഫാസ്റ്റ് ലൈഫിലാണ്. കഴിഞ്ഞകാല ജീവിതത്തിൽ അവരൊക്കെ എന്തൊക്കെയും ട്രിഗറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സൈക്കോതെറാപ്പി മുന്നോട്ട് പോകുന്നത്. ഇനി സിൻസ് ദ തെറാപ്പി അസ്യൂംസ് ദാറ്റ് ദ പേഷ്യൻസ് മോട്ടിവേഷൻസ് ആർ ബേസിക്കലി അൺനോൺ ടു ഹിം, ദ തെറാപ്പിസ്റ്റ് സേവ് ആസ് എ സൈക്കോളജിക്കൽ ഇന്റർപ്രറ്റർ ഫോർ ദ പേഷ്യന്റ്. ഇന്ന് ഒരു 40-45 വയസ്സിലോ കുഞ്ഞുകാലത്തിൽ അവന് സംഭവിച്ച പ്രശ്നങ്ങളിൽ കൊണ്ട് ഈ മനുഷ്യൻ ഇന്ന് പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം ആ വ്യക്തിക്ക് അറിയത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവൻ പക്ഷെ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്, അവൻ എന്തൊക്കെയോ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് കൗൺസിലർ, സൈക്കോളജിസ്റ്റ് എന്താണ്, ഒരു ഇന്റർപ്രറ്ററായിട്ട് നിനക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, നിന്റെ ഭാവി ജീവിതം അങ്ങനെയായിരുന്നു, കഴിഞ്ഞകാല ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് സൈക്കോ തെറാപ്പിസ്റ്റിന്റെ ജോലി. എന്നാൽ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫാണ്. എവരിവൺ ഹാസ് ആൻ അൺകോൺഷ്യസ് മൈൻഡ്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, ഈ എൻ്റെ തിയറി മുഴുവൻ, എല്ലാവരും സൈക്കോളജിയുടെയും തിയറികൾ മുഴുവനായിട്ട് പറഞ്ഞു പോകുന്നത് എന്താണ്, എല്ലാവർക്കും അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ആൻഡ് ഫീലിംഗ് ദാറ്റ് ആർ ഹെൽഡ് ഇൻ ദ അൺകോൺഷ്യസ് മൈൻഡ്. നമ്മുടെ എല്ലാ ഇമോഷൻസും ഈ അൺകോൺഷ്യസ് മൈൻഡിലേക്കാണ് പുഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പുഷ് ചെയ്യപ്പെടുന്ന അൺകോൺഷ്യസ് മൈൻഡിലേക്ക് സംഭവങ്ങൾ പോകുന്നത് ഫ്രോയിഡ് പറയുന്നത് ഇപ്രകാരമാണ്, എന്താണ്, അൺസാറ്റിസ്ഫൈഡ് ഡിസയേഴ്സ് ആർ പുഷ് ഇൻ ടു ദി അൺകോൺഷ്യസ് മൈൻഡ്. സഫലീകരിക്കാത്ത എല്ലാ യാഥാർത്ഥ്യങ്ങളും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് വഴി അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പുഷ് ചെയ്യുന്നു. കോൺഷ്യസ് എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴ് ഈ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതെല്ലാം എൻ്റെ കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു ചെറിയ ഉറക്കത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ കാലത്തിൽ ചെറുതായിട്ട് പെരിഫറലായിട്ട് പിന്നെ കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നത്, അതിനെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. എന്നാൽ എനിക്ക് എത്ര ശ്രമിച്ചിട്ട് ഓർത്തെടുക്കാനായിട്ട് പറ്റാത്ത കുറേ വസ്തുതകളുണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം. അതാണ് ഫ്രോയിഡിന്റെ തിയറി. ഐഡിയ എവിടെ കിട്ടിയോ ഇത്രയും? ഓക്കെ. ദ പേഷ്യൻസ് മേക്ക് യൂസ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. ഈ അൺകോൺഷ്യസ്, ഇപ്പം എന്താണ്, വഴി ഒരു പെൺകുട്ടി നടന്നു പോകുന്നത്, ആ പെൺകുട്ടിയുടെ കയ്യിൽ എനിക്ക് പിടിക്കണം, എനിക്ക് സന്തോഷമാണ് അതിനകത്ത്, അവിടെ കയ്യിൽ പിടിക്കാനായിട്ട് എനിക്ക്, പക്ഷേ എനിക്കെന്താണ്, സമൂഹത്തെ പേടിയാണ്, അയ്യോ എന്ത് പറയും, എന്ത് പ്രശ്നമാണ്. ആ ഇൻസ്റ്റിങ്ക്റ്റിനെ പറയുന്ന പേര് ഇതെന്ന് പറയും, ഫ്രോയിഡിയൻ കോൺസെപ്റ്റ്. എന്നാൽ അത് നീ അങ്ങനെ ചെയ്യരുതേ, അല്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഡിഫൻസുകൾ എടുക്കും. അത് പല രീതിയിലുള്ള ഡിഫൻസ് ഉണ്ടെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഇഷ്ടംപോലെ രീതിയിലുള്ള, ചില ആൾക്കാർ സപ്രസ് ചെയ്യും, ചില ആൾക്കാർ സബ്ലിമേറ്റ് ചെയ്യും, ചില ആൾക്കാർ എന്താ പ്രൊജക്റ്റ് ചെയ്യും, ഇങ്ങനെ കുറെ ഡിഫൻസ് മെക്കാനിസങ്ങളുണ്ട്. അതിന്റെ അർത്ഥം സഫലീകരിക്കപ്പെടേണ്ട ഒരു ആഗ്രഹമായിരുന്നു ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിക്കുക എന്നുള്ളത്, എനിക്ക് സഫലീകരിക്കേണ്ട ആഗ്രഹമാണ്. പക്ഷേ അതെന്റെ സമൂഹത്തെ ഓർത്ത് ഞാൻ പേടിച്ചു, അവളുടെ കൈ പിടിച്ചില്ല. മറിച്ച് എന്താണ്, എനിക്ക് സഫലീകരിക്കേണ്ട ആവശ്യത്തെ ഞാൻ എന്ത് ചെയ്ത്, എന്റെ അൺകോൺഷ്യസ് മൈൻഡ് ഞാൻ പുഷ് ചെയ്ത്. അപ്പൊ ഇതാണ് പിന്നെ ഈ പിൽക്കാലത്ത് എനിക്ക് പ്രശ്നങ്ങൾ പറ്റി അദ്ദേഹം പറയുന്നത്, or mental mechanism or escapism mechanism to protect himself from knowing his painful feeling. എനിക്ക് അവളുടെ കയ്യിൽ പിടിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്, പിടിക്കാതിരിക്കുന്നത് എൻ്റെ പെയിൻഫുള്ളാണ്, എനിക്ക് ഭയങ്കര വിഷമവുമാണ്. പക്ഷെ ആ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവത്തെ, ആ യാഥാർത്ഥ്യത്തെ തരണം ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, എന്തായാലും അത് അങ്ങനെ ആയി, ഞാൻ പുഷ് ചെയ്യും, എൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പുഷ് ചെയ്യും. എൻ്റെ ബ്രദർ മരണപ്പെട്ട സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് എന്താണ്, നമ്മൾ സ്വാഭാവികമായിട്ട് ദൈവം വിളിച്ചു പോട്ടെ. എനിക്ക് അതിന് ആ പെയിൻഫുള്ളായിട്ടുള്ള സംഭവത്തെ, ആ ഒരു യാഥാർത്ഥ്യത്തെ തരണം ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, വേറെ എന്തിലോ ഞാൻ കണക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ. ഇപ്പോഴ് അമ്മയ്ക്ക് സുഖമില്ലാത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് തോന്നുകയാണ്, അമ്മയ്ക്ക് സുഖമില്ലാതെ വരുന്നത് എനിക്ക് പെയിൻഫുള്ളാണ്, അതെനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, വലിയ പ്രശ്നമാണ്. അപ്പോഴത്തേക്ക് ഞാൻ പറയാം, അമ്മ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെയാണ്, ചിലവർക്ക് അത് അങ്ങനെ ഉണ്ടാകാം. ഞാൻ അതിനെ എസ്കേപ്പ് ചെയ്യുന്നു. നമ്മുടെ ഡിഫൻസുകളാണ്. ഓരോ മനുഷ്യരും ഓരോ യാഥാർത്ഥ്യങ്ങളിലും ഇങ്ങനെ പല ഡിഫൻസുകൾ എടുക്കും എന്നാണ് ഫ്രോയിഡിന്റെ കോൺസെപ്റ്റുകൾ. ഈ ഡിഫൻസുകളെല്ലാം പോയി കിടക്കുന്നത് അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ്.
അപ്പം ഏകദേശം ഇതാണ് ഈ പറയപ്പെടുന്ന എല്ലാ സൈക്കോ തെറാപ്പിയുടെയും തിയറി ആയിട്ട്, ഈ സൈക്കോ ഡൈനാമിക്സിന്റെ തിയറി ആയിട്ട് നമ്മൾ എളുപ്പത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ട. ഇൻ റിയാലിറ്റി ദ ഡിഫൻസ് വിച്ച് അപ്പിയേഴ്സ് ടു പ്രൊട്ടക്ട് ഫ്രം പെയിൻഫുൾ ഫീലിംഗ് ഡു മോർ ഹാം. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ആ ഡിഫൻസ് എടുക്കുന്നത് എന്താണ്, എൻ്റെ അൺകോൺഷ്യസിലേക്ക് പോകുന്നത്. ആ പോകുന്ന സംഭവം പിൽക്കാലത്ത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ടോക്ക് തെറാപ്പി അല്ലെങ്കിൽ ചിമ്മിനി സ്വീപ്പിംഗ് എന്നാണ് അതിനെ പറയുന്നത് ഫ്രോയിഡിന്റെ കോൺസെപ്റ്റിൽ. ചിമ്മിനി സ്വീപ്പിംഗ് അല്ലെങ്കിൽ വെന്റിലേറ്റിംഗ് ദ ഫീലിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് അതിന്റെ ഒരു ജനറൽ ഐഡിയ ആയിട്ട് പറയാനായിട്ടുള്ളത്. സൈക്കോ ഡൈനാമിക്സ് തെറാപ്പി ഈസ് വൺ ഓഫ് ദ ഫ്യൂ മെയിൻ സ്ട്രീം തെറാപ്പീസ് ദാറ്റ് ഫോക്കസ് ദ ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ്സ് സിറ്റുവേറ്റഡ് ദ പ്രോബ്ലം റിലേറ്റഡ് പേഴ്സണാലിറ്റി. ഇവര് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയും ആ പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും കുറിച്ചാണ് ഈ സൈക്കോ തെറാപ്പി, എൻ്റെ സൈക്കോ തെറാപ്പി, അതായത് സൈക്കോ ഡൈനാമിക്സ് കോൺസെപ്റ്റിൽ കൊണ്ടുപോകുന്ന എല്ലാ സൈക്കോളജിസ്റ്റുകളും ഈ ഒരു കോൺസെപ്റ്റിലാണ് അവരുടെ സൈക്കോ തെറാപ്പി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അക്കോർഡിംഗ് ടു ദ സൈക്കോ ഡൈനാമിക്സ് തിയറീസ്, ഓൾ ബിഹേവിയേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അൺകോൺഷ്യസ് മോട്ടിവേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടിവേഷൻസ് ആണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ നോട്ട് വെച്ച് വായിക്കണം കേട്ടോ. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ പറയുന്നത് കേട്ടോ. ബാക്കി നോട്ട് വായിക്കുമ്പോഴത്തേക്കും പിടികിട്ടും നന്നായിട്ട്. സൈക്കോളജിക്കൽ ഡിഫൻസസ് ആർ സീൻ ആസ് എ അൺകോൺഷ്യസ് കോപ്പിംഗ് റെസ്പോൺസ്. അത്രയും മതിയാവും. ഇനി ഫ്രോയിഡിന്റെ കോൺസെപ്റ്റിൽ ഇതാണ് സൈക്കോ തെറാപ്പിയുടെ ടെക്നിക്കായിട്ട് പറയുന്നത്. പിക്ചറിങ് കാണാമല്ല. അദ്ദേഹം പറയുന്നത് സൈക്കോ ഡൈനാമിക്സ് തിയറി, സൈക്കോ അനാലിസിസ് ഫോക്കസ് ഓൺ ദി അൺകോൺഷ്യസ് ഇമോഷണൽ കോൺഫ്ലിക്റ്റ്. നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇമോഷണൽ കോൺഫ്ലിക്റ്റിനകത്താണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഫ്രോയിഡിയന്റെ തെറാപ്പി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ക്ലയന്റിന് നമ്മൾ ഒരു സ്ഥലത്ത് കിടത്തും. ആ കിടത്തുന്ന ആ വസ്തുവിനെ പറയുന്ന പേരാണ് കൗച്ച് എന്ന് പറയും. ഈ കൗച്ചിനകത്ത് കിടത്തിയിട്ട് ഈ പിക്ചറിനകത്ത് കാലും തിരിക്കുകയാണ് സൈക്കോളജിസ്റ്റ് ഇരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇരിക്കേണ്ട തലയുടെ ബാക്ക് സൈഡിലാണ്. ഇങ്ങനെ കൗച്ചിലേക്ക് കിടത്തിയിട്ട് അവരെ കൊണ്ട് സംഭാഷണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ടെക്നിക്ക്, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന രീതികൾ. അവിടെ നമുക്ക് എന്താണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാം, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് കണ്ടന്റുകൾ നമ്മൾ എടുക്കാം. ചില സമയങ്ങളിൽ ഡ്രീമുകളെ നമ്മൾ അനാലിസിസ് നടത്തും. ഫ്രീ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുക. ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി ഫ്രോയിഡിന്റെ തിയറിയിലേക്ക് ഒന്ന് വരികയാണ്. തിയറി ഇദ്ദേഹം പറയുന്നത് ഹ്യൂമൻ നേച്ചർ ആസ് ബേസിക്കലി ഡിറ്റർമിനിസ്റ്റിക്. ഫ്രോയിഡിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ടോ ആ മനുഷ്യന്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഡിറ്റർമിൻഡ് ആണ്, അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. ഡിറ്റർമിനിസം ആണ് ഇദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. ആ ഒരു ടേം നിങ്ങൾ ഓർത്തിരിക്കണം. ഫ്രോയിഡിന്റെ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് ഫ്രോയിഡ് പറയുന്ന ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി ഡിറ്റർമിനിസ്റ്റിക്. അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. അവൻ ജനിച്ചിട്ടുണ്ടോ ഈ രീതിയിൽ എന്നുള്ളത് ഡിറ്റർമിൻ. അവർ ബിഹേവിയർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറാഷണൽ ഫോഴ്സസ്. തെറ്റായിട്ടുള്ള ഫോഴ്സസ്, ഡ്രൈവ്സ്, നമ്മുടെ ഡ്രൈവ്സുകളും ബയോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ മോട്ടീവ്സും ഒക്കെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത്. ദീസ് ഇവോൾവ് ത്രൂ കീ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഇൻ ദ ഫസ്റ്റ് 6 years. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് ഈ ഹ്യൂമൻ നേച്ചർ, ഈ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ ജനിച്ചു വീണ ആ കുട്ടിയുടെ ഹ്യൂമൻ നേച്ചർ, അവന്റെ പേഴ്സണാലിറ്റി ഡിറ്റർമിൻഡ് ആകുന്നത് അവൻ ജനിച്ചത് മുതല് രൂപീകരിക്കപ്പെടുന്നു എന്ന് ഫ്രോയിഡ് പറയുന്നു. സ്വഭാവം പൂർണ്ണമായിട്ടും ലിബറേറ്റ് വൺ സെൽഫ് ഫ്രം ദീസ് ഡിറ്റർമിനിസ്റ്റ് വൺസ് ദ അൺകോൺഷ്യസ് ബിക്കം കോൺഷ്യസ്. ഇതിനകത്തുള്ള സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ അവബോധ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടിട്ട അൺകോൺഷ്യസ് ആയിട്ടുള്ള കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. എങ്ങനെയാണ് ആ യാഥാർത്ഥ്യങ്ങൾ അവിടെ ചെന്നത്? പെയിൻഫുൾ ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ അത് ഡിഫൻസ് മെക്കാനിസത്തിനകത്തുകൂടെ ഞാൻ അൺകോൺഷ്യസിലേക്ക് കൊണ്ടുവരുന്നത്. ഈ അൺകോൺഷ്യസിനെ ഓർമ്മ തലത്തിലേക്ക്, എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുള്ള ഡിറ്റർമിൻഡ് ആയിട്ടുള്ള യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ ആ ഡിറ്റർമിനിസം എന്ന് പറയുന്ന എൻ്റെ സ്വഭാവത്തെ എനിക്ക് മാറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ സൈക്കോ തെറാപ്പി. അതിന്റെ അർത്ഥം ഈ സൈക്കോ തെറാപ്പിയിൽ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ആ ഇന്റർപ്രറ്റേറ്റർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? ആ കൗൺസിലിങ്ങിനകത്ത് അദ്ദേഹത്തെ ടീച്ച് ചെയ്യുന്നു. എൻ്റെക്ക് വന്നിരിക്കുന്ന
ആ ഡിറ്റർമിൻഡ് ആയിട്ട് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയിലേക്ക് ഞാൻ കാര്യങ്ങൾ നിങ്ങളുടെ അൺകോൺഷ്യസിലേക്ക് ഉള്ളതാണ്. അൺകോൺഷ്യസിനകത്ത് കിടക്കുന്ന സംഭവങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മ തലത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് മാറ്റങ്ങൾ ലഭ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു തെറാപ്പിയാണ് എന്താണ് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ്. ഇതിന് ഇഷ്ടംപോലെ ടെക്നിക്കുകളാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഇത്രയും പോയിന്റ് വ്യക്തമാണോ? ഓക്കെ, ഇതാണ് ഹ്യൂമൻ നേച്ചർ. ഇനി രണ്ടാമത്തത് ഇൻസ്റ്റിങ്ക്ട്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന ഇതാണ് ഇൻസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴൊക്കെ എന്തൊക്കെ തോന്നുന്നോ അതിനെയാണ്. അതിന് അദ്ദേഹം മറ്റൊരു ടൈമിലാണ് വിളിക്കുന്നത് ഇതെന്ന് പറയും. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. അപ്പം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഇത് മനുഷ്യന്റെ എന്താണ് അവരുടെ ഒരു ഡൈനാമിസമാണ്. മൈൻഡിന് ഡൈനാമിസവും ഉണ്ട്, അതിന്റെ സ്ട്രക്ചറും ഉണ്ട്. അത് ഓർത്തിരിക്കണം. സ്ട്രക്ചർ എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ദ മൈൻഡ്. എന്നാൽ അതിൻ്റെ അത് എന്താണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഇതിനെ ഒരിക്കലും നമുക്ക് ഈ ഭാഗങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് ഒരുമിച്ചുള്ളതാണ്. എന്നാൽ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസും നിങ്ങൾ ഓർത്തിരിക്കും. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഈഗോ, സൂപ്പർ ഈഗോ. അതിൻ്റെ സ്ട്രക്ചർ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഈ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഈറോസ് എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ ടേമാണ്. ലാറ്റിൻ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്സ് എന്നാണ്. സെക്സ്, ലവ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈറോസ് ദാറ്റ് മെയിൻറ്റെയിൻ ദ സർവൈവൽ ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഹ്യൂമൻ മൈൻഡ്. ഓരോ മനുഷ്യരെയും ആ ഇൻസ്റ്റിങ്ക്റ്റ് നേച്ചറാണ് അവരെ മനുഷ്യരായിട്ട് നിലനിർത്തുന്നത്. ലൈഫ് ഇൻസ്റ്റിങ്ക്ട്സ് വെയർ ഐഡന്റിഫൈഡ് വിത്ത് ലിബിഡോ. അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺസെപ്റ്റ് ആണ്, ഒരു വാക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ലിബിഡോ. ലിബിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ്. എനിക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു ത്വരയെ പറയുന്ന പേരാണ് ലിബിഡോ, വിച്ച് ഒറിജിനലി മെൻ സെക്ഷുവൽ എനർജി. അദ്ദേഹം ഈ ലിബിഡോയെയാണ് ഒരു സെക്ഷുവൽ എനർജി. സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സെക്സ് അല്ല, ഒരു ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിനെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണ് സെക്ഷുവൽ എനർജി എന്ന് പറഞ്ഞ് അർത്ഥമാക്കിയിരുന്നത്. ലൈഫ് ഇൻസ്റ്റിങ്ക്ട്സ് ആർ നത്തിങ് അതർ ദാൻ ഓൾ പ്ലഷറബിൾ ആക്ട്സ്. നമുക്ക് എന്താണ് ഏതൊക്കെ സന്തോഷങ്ങൾ തരുന്ന ഏതെല്ലാം ആക്ട്സുകളുണ്ടോ, ഏതെല്ലാം പ്രവർത്തികളുണ്ടോ, ആ പ്രവർത്തികളെയൊക്കെ പേരാണ് ലിബിഡോ. അല്ലെങ്കിൽ ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത മറ്റൊരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞത് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ട്. ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ്, അതിന് തനാത്തോസ് എന്നാണ് പറയുന്നത്. തനാത്തോസ്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അഗ്രസീവ് ഡ്രൈവ് ആണ്. എനിക്ക് എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ ജീവിക്കാനായിട്ടുള്ള താല്പര്യമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഗ്രസീവ്, ഞാൻ വഴക്കുണ്ടാക്കുന്ന, ബഹളുണ്ടാക്കുന്ന, അടിയുണ്ടാക്കുന്ന, ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം വിളിക്കുന്ന പേര് തനാത്തോസ്. ഈ രണ്ട് ടേമും ഓർത്തിരിക്കുക, ലിബിഡോയും തനാത്തോസും. തനാത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ആർ അഗ്രസീവ് ഡ്രൈവ്സ്, അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആണ്. These two sets of instincts are powerful determinants of our behavior. ഈ സംഭവങ്ങൾ രണ്ടുമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തിന് കാരണം എന്ന് പറയുന്നത്. ഈ സ്വഭാവത്തിന്റെ കാരണം എന്താണ്? സ്വഭാവം എന്താണ് ഡിറ്റർമിനിസ്റ്റ് ആണ്. ഡിറ്റർമിൻഡ് ചെയ്തിരുന്ന ഒരു സ്വഭാവമാണ്. ആ ഡിറ്റർമിനിസം ഉണ്ടാകുന്നത് ഈ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിനും തനാത്തോസും വഴിയാണ്. അത് ഓർത്തിരിക്കുക. There may be conflict between these two sets of instincts. We are not condemned to victim of aggression and self-destruction. നമ്മൾ ഒരിക്കലും ഈ ഒരു സെൽഫ് ഡിസ്ട്രക്ഷനിലേക്ക് പോകാൻ വേണ്ടിയുള്ള മനുഷ്യരല്ല, മറിച്ച് നമ്മളായിട്ട് ജീവിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. എന്നാൽ നമ്മളിൽ എല്ലാവരിലും ഈ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഉണ്ട്, തന്നെ അനാത്തോസും ഉണ്ട്, ഡെത്ത് ഇൻസ്റ്റിങ്ക്സും ഉണ്ട്. അപ്പം ഇത് തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഏത് വേണം എന്നുള്ള ഈ കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ യഥാർത്ഥ ഇൻസ്റ്റിങ്ക്റ്റ് നേച്ചർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റി, അദ്ദേഹം തിയറി ഓഫ് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നതാണ് കൺസിസ്റ്റ് ഓഫ് 2 explanations. These 2 explanations are about the one and the same personality. It is like view man anatomically and physiologically. തിയറി, അദ്ദേഹത്തിന്റെ തിയറി പറയാം, ഫങ്ഷണൽ ഡൈനാമിക്സ്. According to the functional or dynamics concept,
Human personality consists of three systems as known as the id, ego and super ego. ഇതാണ് ഒരു നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫങ്ഷണൽ ഡൈനാമിസം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഈഗോയുണ്ട്, സൂപ്പർ ഈഗോയുണ്ട്. ഇതെന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ലൈഫ് പ്രിൻസിപ്പിളാണ്, നമ്മുടെ പ്ലഷറാണ്. നമ്മൾ എന്തെല്ലാം നേടാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്തെല്ലാം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്തെല്ലാം സന്തോഷം തരാനായിട്ട്, പ്ലഷർ പ്രിൻസിപ്പിൾ, ആ ഒരൊറ്റ വാക്ക് കൊടുത്തിരുന്നാൽ മതി. പ്ലഷർ പ്രിൻസിപ്പിളിനെയാണ് ഇതെന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോലീസ് ഫോഴ്സുമായിട്ടാണ് അദ്ദേഹം കണക്ട് ചെയ്തത്. ആ വാക്ക് വിട്ട് കളയുന്നത്, പോലീസ് ഫോഴ്സ് എന്നാ പറയുന്നത്. അപ്പം ഈ ഇതും സൂപ്പർ ഈഗോയും എപ്പോഴും കോൺഫ്ലിക്റ്റിലാണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൊറാലിറ്റിയാണ്, മോറൽ പ്രിൻസിപ്പിളാണ്. ഞാൻ ആ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയുടെ കയ്യിൽ നീ പിടിക്കരുത് എന്ന് എനിക്ക് പറഞ്ഞ എന്താണ്, എന്റെ മോറൽ പ്രിൻസിപ്പിളാണ്. നാണമില്ലേ, നിനക്ക് പ്രശ്നമാണ്, നിനക്ക് അങ്ങനെ ചെയ്യരുത്, അത് മൊറാലിറ്റിക്ക് എതിരാണ് എന്ന് പറയുന്നത് എന്റെ സൂപ്പർ ഈഗോയാണ്. അപ്പോഴ് ആ ഇതും പിടിക്കണം നിനക്കൊരു സന്തോഷം കിട്ടും, സുഖം കിട്ടും എന്ന് പറയുന്നത് ഇത് പറയും, സൂപ്പർ ഈഗോ പറയും അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പം ഇതിനെ രണ്ടിനെയും നിയന്ത്രിക്കുന്നത് ഈ ഈഗോയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷർ പ്രിൻസിപ്പിള്, ഈഗോ എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഫോഴ്സ് ആണ്, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്തിക്കൽ പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ മൊറാലിറ്റിയാണ്. These are names of psychological structure and they do not function separate. These are only since personality function as a whole. അപ്പം ഇദ്ദേഹം പറയുക, ഈ മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല, ഇത് മൂന്നും ഒരുമിച്ച് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഒന്നിനെ താങ്ങിയാണ് മറ്റൊന്ന് നിൽക്കുന്നത്, മറ്റൊന്നിനെ താങ്ങിയാണ് അടുത്തത് നിൽക്കുന്നത്. അപ്പം ഇതൊരു വിഷ്യസ് സർക്കിളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ് ഇതിന്റെയും ഈഗോയുടെയും സൂപ്പർ ഈഗോയുടെയും പ്രത്യേകത. Can understood the biological components and the ego was a psychological components and the super ego was a social components of the personality. അതിന്റെ അർത്ഥം എന്റെ ബയോളജിക്കൽ ആസ്പെക്റ്റ് ആണ്, എന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, എന്റെ ഉള്ളിലുള്ള ഒരു പ്രത്യേകതയാണ്, എന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കോമ്പോണൻസ് ആണ് ഈ ഇതെന്ന് പറഞ്ഞാൽ. ആ പെൺകുട്ടിയെ പിടിക്കുക എന്നുള്ളത് എന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് കേട്ടോ, അതിനെയാണ് കോമ്പോണൻസ്. കോമ്പോണൻസ്. എന്നാൽ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ കോമ്പോണൻസ്, അത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, എന്റെ മോറൽ പ്രിൻസിപ്പിൾ ആണ്. സമൂഹം നിനക്ക് പ്രശ്നം ഉണ്ടാക്കും, സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അത് നീ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും നമ്മുടെ സൂപ്പർ ഈഗോ ആയിരിക്കും. അപ്പം ഇതും സൂപ്പർ ഈഗോയും എപ്പോഴും ഒരു ക്ലാഷിലുണ്ടാകും. സൂപ്പർ ഈഗോ പറയും അത് മൊറാലിറ്റിക്ക് എതിരാണ്, ഇത് പറയും അത് നിനക്ക് സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുക എന്ന് പറയും. അപ്പം ഇതിനെ രണ്ടിനെയും നിയന്ത്രിക്കുന്ന ആളാണ് ഈഗോ. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഈ ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. Since human beings are energy system, the psychic energy is distributed to the ego and super ego. നമുക്ക് എല്ലാവർക്കും ഈ എനർജറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കിക് എനർജി നമുക്കുള്ളത് കൊണ്ട് ഈഗോയ്ക്കും എപ്പോഴും എന്താണ് ഈക്വൽ ആയിട്ട് ഈ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഭാഗം ഒന്ന് വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളുക. ഇറ്റ് ഈസ് ദ ഒറിജിനൽ സിസ്റ്റം ഓഫ് പേഴ്സണാലിറ്റി വിത്ത് വിച്ച് വി ആർ ബോൺ. നമ്മൾ ജനിക്കുമ്പോഴേ നമുക്കുള്ള ഒരു ഇൻസ്റ്റിങ് നേച്ചറാണ്. ഒരു ജനിക്കുന്ന കുട്ടിക്ക് എന്താണ്, അമ്മയുടെ മുലപ്പാല് കുടിക്കണം, അവൻ്റെ ആരും പറഞ്ഞു കൊടുക്കത്തില്ല. അവന് വിശപ്പ് പോകുമ്പോൾ അവൻ മുലപ്പാല് കുടിക്കാനായിട്ട് അമ്മയുടെ അരികോട്ട് പോകും. അവന്റെ ഇൻസ്റ്റിങ് നേച്ചറാണ്. എൻ്റെ കയ്യിൽ ഒരു തീ തട്ടുമ്പോൾ ഞാൻ കൈ വലിക്കുന്നു, എൻ്റെ ഇൻസ്റ്റിങ് നേച്ചറാണ്. അപ്പം ഇങ്ങനെയുള്ള ഇൻസ്റ്റിങ് നേച്ചറുകൾ നമുക്കുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ ഇത് എന്ന് പറയുന്നത്. അടുത്തതാണ് ഈഗോ. ഈഗോയുടെ പ്രത്യേകത എക്സിക്യൂട്ടീവ് ആസ്പെക്ട് ഓഫ് വൺസ് പേഴ്സണാലിറ്റി. ആ ഒരൊറ്റ വാക്ക് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അത് ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന സമയം ഇങ്ങനെയാണ് ഇരുന്നേട്ടാ, മതിയല്ലോ അത്രയും. ഒന്നും വേണ്ട. അദ്ദേഹം അൻസൈറ്റിയെ കുറിച്ചൊക്കെ പറയുന്നത് എൻ്റെ സൈക്കോ തെറാപ്പിയാണ് പിന്നെ പോകുന്നത്. ഇനി ഇതിനൊക്കെ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ഈഗോ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഈഗോ ഡിഫൻസ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആദ്യം പറയുന്നത് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അതിനെക്കുറിച്ച് എപ്പോഴും ടിപ്പോളജി എന്നും പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതേണ്ടത് ഫ്രോയിഡിനെ കുറിച്ച് എഴുതുക, ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഇത്രയും എഴുതുക, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇനി നമ്മൾ പറയുന്ന കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് എന്ന് പറയുന്ന സംഭവം കൂടി ആഡ് ചെയ്യുമ്പോഴത്തെ ടിപ്പോളജിക്കൽ ആയിട്ടുള്ള
സംഭവങ്ങൾ ആകും. ഇനി ഇതിനകത്ത് മറ്റൊരു ഭാഗമായിട്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് എന്താണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് വെൻ ഈഗോ ഈസ് നോട്ട് ഏബിൾ ടു കൺട്രോൾ അൻസൈറ്റി ബൈ എ റാഷണൽ ആൻഡ് ഡിറക്റ്റ് മെത്തേഡ് ഇറ്റ് റിസോർട്ട്സ് ദ അൺറിയലിസ്റ്റിക് മെത്തേഡ്. ഈ അൺറിയലിസ്റ്റിക് ആയിട്ട് ഉദാഹരണം പറഞ്ഞു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. മരണപ്പെട്ടപ്പോഴത്തേക്ക് എനിക്കത് അക്സെപ്റ്റ് ഉണ്ടാകുന്നു, എനിക്കത് അംഗീകരിക്കാനായിട്ടാ. ഓൾ ഓഫ് എ സഡൻ ഞാൻ പറയാ എന്തായാലും കർത്താവ് വിളിച്ചു, ദൈവം വിളിച്ചില്ല, പോട്ടെ. എൻ്റെ ഡിഫൻസ് മെക്കാനിസമാണ് കേട്ടോ. അൺറിയലിസ്റ്റിക് അല്ല. ആ ദൈവം വിളിച്ചു എന്നുള്ളത് ഒരിക്കലും റിയലായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമല്ല. പക്ഷെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ അൺറിയലിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഈഗോ ഡിഫൻസ് മെക്കാനിസം. അങ്ങനെ ഇഷ്ടംപോലെ ഡിഫൻസ് മെക്കാനിസങ്ങൾ നമുക്കുണ്ട്. നിങ്ങൾ പുസ്തകത്തിൽ നോക്കി ഓരോന്ന് വായിച്ചെടുക്കുക. സിൻസ് ദ ഈഗോ ഡിഫൻസസ് ഹെൽപ്പ് വൺ ടു കോപ്പ് വിത്ത് അൻസൈറ്റി. എനിക്ക് എൻ്റെ അനിയൻ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ആകുലതയാണ്, സങ്കടമാണ്, വിഷമമാണ്, എൻ്റെ അൻസൈറ്റിയാണ്. ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി പത്തോളജിക്കൽ. ഇത് ഒരിക്കലും ഒരു പത്തോളജിക്കലല്ല. ജനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മരിക്കും, യാഥാർത്ഥ്യമാണ്. പക്ഷെ എനിക്കത് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. These have an adaptive value of they do not become a way to life, avoid facing reality. Ego defense operate on an unconscious level and they tend to deny or distort reality. അപ്പം ഈ ഈഗോ ഡിഫൻസ് എപ്പോഴും നമ്മളെ സഹായിക്കുന്ന എന്താണ്? യാഥാർത്ഥ്യത്തെ ഡിനൈ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും എടുക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഡിഫൻസ് മെക്കാനിസം. എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു 3 വാക്കുകൾ മാത്രം എഴുതിയാൽ മതി. ഇറ്റ് റിസോർട്ട്സ് അൺറിയലിസ്റ്റിക് മെത്തേഡ്. അൺറിയലിസ്റ്റിക് ആയിട്ടൊരു മെത്തേഡാണ് വിച്ച് ആർ നത്തിങ് അതർ ദാൻ ഡിഫൻസ് മെക്കാനിസം. നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അൻസൈറ്റികളെയോ സ്ട്രെസ്സുകളെയോ ഒക്കെ തരണം ചെയ്യാനായിട്ട് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഒരു പത്തോളജിക്കൽ അല്ല. നമുക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാകുന്നത് ഒരിക്കലും പത്തോളജിക്കൽ അല്ല. പക്ഷെ നമ്മൾ അത് പത്തോളജിക്കായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിഫൻസുകൾ എടുക്കുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. There are therefore these two characteristics of one denying, falsifying and distorting reality. അപ്പം ഈ ഒരു സാധ്യതയിലെ ഈ ഡിഫൻസ് മെക്കാനിസത്തിനകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒന്നുകിൽ ഡിനൈ ചെയ്യും, അല്ലെങ്കിൽ തെറ്റായിട്ടായിരിക്കും മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് റിയാലിറ്റിയെ തന്നെ. രണ്ടാമത് ഓപ്പറേറ്റിംഗ് അൺകോൺഷ്യസ്ലി ആർ കോമൺ ടു ഓൾ ഡിഫൻസ് മെക്കാനിസം. രണ്ടാമത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഓപ്പറേഷൻ നടന്നിട്ട് നമ്മളത് ഡിഫൻസ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ്. അത്രയും ഞാൻ പറഞ്ഞ ഐഡിയയിൽ ക്ലാരിറ്റി എന്തെങ്കിലും കുറവുണ്ടോ? ക്ലിയർ ആണോ? വെരി ഗുഡ്. ഇനി പല ഈഗോ ഡിഫൻസുകളുണ്ട്. ഒന്നാമത്തെ ഡിഫൻസ് ആണ് റിപ്രഷൻ എന്ന് പറയും. അത് നിങ്ങൾ നോട്ടിൽ വായിച്ച് മനസ്സിലാക്കുക. റിപ്രഷൻ, ദിസ് ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് സൈക്കോ അനാലിസിസ് ആൻഡ് ഫോൺ തിയറി ഓഫ് ഫ്രോയിഡ്. ഇറ്റ് ഈസ് ഓൾസോ ബേസിസ് ഓഫ് മെനി അതർ ഈഗോ ഡിഫൻസ് ന്യൂറോട്ടിക് ഡിസോർഡർ. റിപ്രഷൻ ഈസ് ആൻ ഇൻവോളണ്ടറി റിമൂവൽ ഓഫ് സംതിങ് ഫ്രം കോൺഷ്യസ്. നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് എന്തൊക്കെയോ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ എടുത്തു മാറ്റുന്നത്, റിമൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റിപ്രഷൻ. പെയിൻഫുൾ എക്സ്പീരിയൻസ് ആർ റിപ്രസ് ടു ദ അൺകോൺഷ്യസ്. നമുക്ക് ഒരിക്കലും തരണം ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളെ ഒക്കെ നമ്മൾ ഇങ്ങനെ റിപ്രസ് ചെയ്ത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടിടും. മറ്റൊരു പേരാണ് ഡിനയൽ. നമ്മൾ എന്താണ് ഡിനൈ ചെയ്യും. അത് അങ്ങനെ ഒരിക്കലും വരത്തില്ല, ഒരു അസുഖവും വരത്തില്ല. പക്ഷെ ആള് അസുഖമായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് അങ്ങനെ വരുത്തതേ ഇല്ല. അത് എൻ്റെ ഒരു ഡിഫൻസ് ആണ്. എനിക്ക് അമ്മയ്ക്ക് അസുഖമാകുന്നു എന്ന് ഓർത്ത് എനിക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു ഡിഫൻസ് ഡിനയൽ. റിപ്രഷൻ, ഡിനയൽ. മറ്റൊരെണ്ണമാണ്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചു പോകുന്നതാണ് കേട്ടോ, പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, റാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് ഉണ്ട്, സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് എന്താണ്, ഇപ്പം നമ്മളൊരു സന്യാസ ജീവിതത്തിലൊക്കെ ആൾക്കാർ എന്താണ്
സബ്ലൈം ചെയ്യുക. എന്തൊക്കെയോ ഇനി വരും ലോകത്തിൽ എനിക്ക് എന്തൊക്കെയോ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് അതാ ഈ ലോകത്തിലെ എല്ലാം നശ്വരമാണ്, എന്താണ്, എല്ലാം ഒന്നും യാഥാർത്ഥ്യം, എല്ലാം മായയാണ്, വരും ലോകത്തിൽ ഇതിനേക്കാളൊക്കെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ എനിക്ക് ലഭിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ലോകത്തിന് വേണ്ടി ഇപ്പോഴത്തുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റുന്നു, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ഇറ്റ് ഈസ് എ സബ്ലിമേഷൻ. സംഭവം പിടികിട്ടുന്ന ചില ആൾക്കാർ ഈ ഒരു സബ്ലിമേഷൻ, ഫിക്സേഷൻ, റിഗ്രഷൻ, ഇങ്ങനെയൊക്കെയാണ് ആ ഡിഫൻസുകളിൽ മുന്നോട്ട് പോകുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകൾ ഇത്രയുമാണ്. അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവം ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു സംഭവത്തെ അത് ഡിറ്റർമിനിസം സംഭവിക്കുന്നത് അപബോധ മനസ്സിലേക്ക് പെയിൻഫുൾ ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ പുഷ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ അപബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ പിൽക്കാലത്തിൽ നമുക്ക് പ്രശ്നങ്ങളായിട്ട് പുറത്തേക്ക് വരാം. ആ അപബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആ വ്യക്തിക്ക് ബോധ്യം കൊടുത്തു കഴിഞ്ഞാൽ അവന് അതിൽ നിന്ന് മാറാനായിട്ട് സാധ്യമാണ് എന്നുള്ളതാണ് അതിന്റെ സൈക്കോതെറാപ്പി. അതിനുവേണ്ടി അദ്ദേഹം കുറേ ടിപ്പോളജികളെ കുറിച്ച് സംസാരിക്കുന്നു. അത് ഇതെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം, ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം, അത് അതിന്റെ ഫങ്ഷൻസ് ഓഫ് മൈൻഡ് ആണ്. എന്നാൽ അതോടൊപ്പം തന്നെ അതിന്റെ സ്ട്രക്ചർ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് ആണ് അതിന്റെ സ്ട്രക്ചർ. ഇതിനകത്ത് ഒരാള് ഈ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കുറെ യാഥാർത്ഥ്യങ്ങളെ കൊണ്ടിടണമെങ്കിൽ എപ്പോഴും എടുക്കുന്നത് ഡിഫൻസ് വഴിയാണ്. അതിനെ നമ്മൾ വിളിക്കും ഈഗോ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും. ഡിഫൻസ് മെക്കാനിസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു യാഥാർത്ഥ്യം ഉണ്ടാകുമ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, അൺനാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവത്തെ മനസ്സിലേക്ക് എടുത്തിട്ട് റിപ്രസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഈ പറയപ്പെടുന്ന ഈഗോ ഡിഫൻസ് എന്ന് പറയുന്നത്. അത് പല രീതിയിലുള്ള ഡിഫൻസുകളുണ്ട്. ഒന്നാമത് റിപ്രഷൻ, രണ്ടാമത്തെ ഡിനയൽ, മൂന്നാമത്തെ റിയാക്ഷൻ ഫോർമേഷൻ, പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ്, റാഷണലൈസേഷൻ, സബ്ലിമേഷൻ, ഫിക്സേഷൻ ആൻഡ് റിഗ്രഷൻ. അത് നിങ്ങൾ നോട്ടിൽ നോക്കി വായിച്ച് പഠിക്കുക. പിന്നെ ഇൻട്രോഡക്ഷൻ ഉണ്ട്, ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, കോമ്പൻസേഷൻ ഉണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ അദ്ദേഹം സംസാരിച്ചു വെക്കും. ഇനി മറ്റൊരു മേഖലയിൽ ഇദ്ദേഹം സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ച് 6 വയസ്സ് വരെയാണ് അവന്റെ സ്വഭാവം രൂപീകൃതമാകുന്നതെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം വിളിക്കുന്ന പേരാണ് സൈക്കോ സെക്ഷുവൽ സ്റ്റേജസ്. പരീക്ഷയ്ക്ക് എപ്പോഴും 10 മാർക്കിനായിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചേക്കാം. അപ്പം ഫ്രോയിഡിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക, അതിനുശേഷം ഈ സാധനമാണ് എഴുതേണ്ടത്. ഐഡിയ പിടികിട്ടുന്നുണ്ടോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ്, ഏകദേശം നമ്മളൊരു 2-3 ക്വസ്റ്റ്യൻസ് അവിടെ കവർ ചെയ്ത് ഇത്രയും നേരം കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരും. സൈക്കോ സെക്ഷുവൽ സ്റ്റേജസ് എന്താണ്? ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജനിക്കുമ്പോൾ അവൻ എന്താണ്, ഓറൽ സ്റ്റേജിലാണ്. മൗത്താണ് അവന്റെ പ്രാധാന്യം. മൗത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത്. സക്കിംഗ് അറ്റ് ദ ബ്രസ്റ്റ് ഓഫ് ദ മദർ സാറ്റിസ്ഫൈ ദ നീഡ്സ് ഫോർ ഫുഡ് ആൻഡ് പ്ലഷർ. എന്താണ് നമ്മൾ പറഞ്ഞ് അവന്റെ ഫങ്ഷൻ ഓഫ് മൈൻഡ് ഇതാണെന്ന് പറഞ്ഞല്ലേ. ആ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ആണ്, പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഈ കുട്ടിക്ക് ഇവന്റെ പ്ലഷർ ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവന്റെ സെക്സിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, ഇവന്റെ ആ പ്ലഷർ ഇൻസ്റ്റിങ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ പ്രായത്തില് 1 വയസ്സ് മുതലുള്ള ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്, ആദ്യത്തെ വർഷം കാലം അവന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അവന്റെ വായിൽ കൂടിയാണ്, മൗത്തിൽ കൂടിയാണ്. ഈ മൗത്ത് കൃത്യമായിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ കുട്ടി നല്ല കുട്ടിയായിട്ട് വരും, അല്ലെങ്കിൽ കുട്ടിക്ക് കുറേയേറെ പ്രശ്നങ്ങൾ സംഭവിക്കും. ഒന്നാമത്തത് ഓറൽ ഇൻകോർപ്പറേറ്റീവ് ബിഹേവിയർ എന്ന് പറയും, വിച്ച് ഈസ് പ്ലഷറബിൾ സ്റ്റിമുലേഷൻ ഓഫ് ദ മൗത്ത്. ഇവൻ എന്താണ്, അമ്മയുടെ മുലപ്പാലിൽ ഇങ്ങനെ കുടിക്കുന്നു, അതിനിടയ്ക്ക് അവൻ മൗത്ത് വെച്ച് പല പ്ലഷറും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതൊക്കെ അവന്റെ ഓറൽ ഇൻകോർപ്പറേഷൻ ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് വിച്ച് ഇൻ അഡൽട്ട് ലൈഫ് പീപ്പിൾ ടേക്ക് എക്സസീവ് ഈറ്റിംഗ്. ഇവൻ അമ്മയുടെ മുലപ്പാല് കുഞ്ഞുനാളില് ആ 1 വയസ്സ് പ്രായത്തില് നന്നായിട്ട് ചപ്പി കുടിച്ച് അങ്ങനെ അവൻ പാല് കുടിച്ചിരുന്നുവെങ്കിൽ അവന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അതല്ല പിന്നീട് അവന് കൃത്യമായിട്ട് എന്തെങ്കിലും പ്രയാസം, ആ ഒരു ഇൻകോർപ്പറേഷനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ പിന്നീട് പിൽക്കാലത്ത് 40, 30, 15 അഡൽട്ട്ഹുഡിലേക്ക് എപ്പോഴെത്തുന്നോ, അല്ലെങ്കിൽ അഡോളസൻസ് സ്റ്റേജിലേക്ക് കഴിഞ്ഞ് അഡൽട്ട്ഹുഡിലേക്ക് എത്തുന്നോ, അന്ന് മുതൽ അവന് പ്രശ്നമായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എക്സസീവ് ഈറ്റിംഗ്, ഭയങ്കരമായിട്ട് അവൻ കഴിക്കും, അല്ലെങ്കിൽ ചവച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്നെ കണക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ടോക്കേറ്റീവ്, ഭയങ്കര സംസാരമായിരിക്കും. അതല്ലെങ്കിൽ അവരെന്താണ്, ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുടിയന്മാരായിരിക്കും.
ആൻഡ് വി കോൾ ഓറൽ ഫിക്സേഷൻ. ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓറൽ ഫിക്സേഷൻ. ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തെ ആ ഓറൽ സ്റ്റേജിനകത്ത് രണ്ടാമത്തെ ഒരെണ്ണമാണ് ഓറൽ അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയും. വിച്ച് സ്റ്റാർട്ട്സ് വെൻ ദ ഇൻഫന്റ് ടീത്ത്സ്, അവന്റെ പല്ലുകൾ കൊണ്ട് അവൻ എന്താണ് ഇതാകുന്നത്, പല്ല് കിളിച്ചു വരുന്ന സമയത്തെയാണ് നമ്മൾ ഓറൽ അഗ്രസീവ് ബിഹേവിയർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ പല്ല് മുളച്ചു വരുന്ന സമയത്ത് ഇവൻ ഈ പാല് കുടിക്കുന്നുണ്ടായിരിക്കും, അമ്മയ്ക്കിട്ടിട്ട് കടിയാൻ കൊടുക്കും അതിനകത്ത്. മനസ്സിലാകുന്നുണ്ടാ? ഇൻ ദിസ് ഫേസ് ഓഫ് ദ ഡെവലപ്മെന്റ് ദ ഇൻഫന്റ് എൻജോയ്സ് ബൈറ്റിംഗ്. ഈ പല്ലുകൾ ഇങ്ങനെ കിളിച്ചു വരുന്ന സമയത്ത് കുട്ടിയുടെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ കടിക്കുന്നതിനകത്തുകൂടിയാണ്. അതിനകത്തുകൂടെയാണ് അവൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അഡൽട്ട് ഇൻഡൽജിങ് ഇൻ സർക്കസം, ഹോസ്റ്റിലിറ്റി, അഗ്രഷൻ, ഗോസിപ്പിംഗ് ആൻഡ് മേക്കിംഗ് ബൈറ്റ് കമന്റ്സ് ആർ ഓർ റിലേറ്റഡ് ടു ദിസ് പീരീഡ്. ഈ സമയത്ത് കൃത്യമായിട്ടും ആ സംഭവം നടന്നില്ല എങ്കിൽ അവര് ഈ ഒരു പ്രവണതയിലേക്ക്, ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. When this biting needs not adequately met, then the individual will have feelings of greediness, acquisiveness, suffer from oral fixation, which will trigger a personality problem and mistrust of others, rejection of the love from others, and the fear of inability to form intimate relationship. ഈ ഒരു കാര്യം കൃത്യമായിട്ടും കുട്ടിക്ക് ലഭിച്ചില്ലെങ്കിൽ കുട്ടി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടി ആരെയും വിശ്വസിക്കത്തില്ല, ആരുമായിട്ടും വലിയ സൗഹൃദങ്ങൾ കാണിക്കത്തില്ല, ആരെയും അവൻ അടുപ്പിക്കത്തില്ല, വലിയ റിലേഷൻഷിപ്പ് ഭയങ്കര പ്രയാസമായിരിക്കും. ഇങ്ങനെ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് അവരെ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനെയാണ് ഓറൽ അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം ഓറൽ സ്റ്റേജിനകത്ത് രണ്ട്, നിങ്ങളുടെ പുസ്തകത്തിൽ ഇത്രയും എലാബറേറ്റ് ആയിട്ട് കാണത്തില്ല, ഉള്ളത് അത്ര എഴുതിയാൽ മതി നോക്കിയിട്ട്. ഓറൽ സ്റ്റേജിനകത്ത് സക്കിങ് ആണ് അവരുടെ പ്രാധാന്യം. രണ്ട് രീതിയിലാണ് സക്കിങ് നടക്കുന്നത്, ഓറൽ ഇൻകോപ്പറേറ്റീവ് ബിഹേവിയറും ഓറൽ അഗ്രസീവ് ബിഹേവിയറും. ഇത്രയും ഓർത്തിരിക്കുക. അടുത്തത് കുട്ടിയുടെ പ്രായം അപ്പോഴത്തേക്ക് 1 വയസ്സ് മുതൽ 3-ാമത്തെ വയസ്സിലേക്ക് എത്തും. 1 മുതൽ 3 വരെ ഉള്ള വയസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏനൽ സ്റ്റേജ്. ആദ്യ കാലങ്ങളിൽ ഇവന് ഭയങ്കര സന്തോഷവും കാര്യങ്ങളും അവന്റെ മൗത്തിലായിരുന്നു. ഇനി ഇവന്റെ സന്തോഷവും കാര്യങ്ങളും എല്ലാം എന്താണ്? ടോയ്ലറ്റിങ്ങിനകത്താണ്, ഏനലിനകത്താണ്. അവന്റെ എന്താണ് വിസർജനവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഏനൽ സ്റ്റേജിനകത്തായിരിക്കും ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. ദ ഏനൽ സോൺ അസ്യൂംസ് ഇമ്പോർട്ടൻസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പേഴ്സണാലിറ്റി. ഈ ഏനൽ സ്റ്റേജും വലിയൊരു പ്രാധാന്യം വഹിക്കുന്നു എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഇൻ ദി സ്റ്റേജ് വൺ ലേൺസ് ഇൻഡിപെൻഡൻസ്. ഈ സമയത്താണ് കുട്ടി ഇൻഡിപെൻഡൻസ് പഠിക്കുന്നത്, ഒറ്റയ്ക്ക് ആകാനായിട്ട്. 1-ാമത്തെ വയസ്സിൽ അമ്മയുടെ തോളിൽ നിന്ന്, അമ്മയിൽ നിന്നോ ഒന്നും അവൻ ഡിറ്റാച്ച്ഡ് ആകത്തില്ല. എന്നാൽ 1 വയസ്സ് കഴിഞ്ഞ് ഒരു 3 വയസ്സിനിടയ്ക്ക് കുട്ടി ലേൺ ചെയ്യുന്നത്, ഇൻഡിപെൻഡൻസ് ലേൺ ചെയ്യുന്നത് ഈ ഏനൽ സ്റ്റേജിനകത്താണ്. ഈ ഏനൽ സ്റ്റേജിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒത്തിരിയേറെ പിൽക്കാലത്ത് പ്രയാസങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് ഫ്രോയിഡിന്റെ അഭിപ്രായം. ഇൻ ദി സ്റ്റേജ് വൺ ലേൺസ് ഇൻഡിപെൻഡൻസ്, അക്സെപ്റ്റ്സ് പേഴ്സണൽ പവർ, നോസ് ടു എക്സ്പ്രസ് നെഗറ്റീവ് ഫീലിംഗ്സ് ഓഫ് റേജ് ആൻഡ് അഗ്രഷൻ. അവന് ദേഷ്യം വരുമ്പോൾ അത് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള കഴിവും കാര്യങ്ങളും ഈ പ്രായത്തിൽ ഉണ്ടാകും. അവൻ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു പവർ ഉണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകും. ചിൽഡ്രൻ ലേൺ ഫസ്റ്റ് ലെസൺസ് ഓഫ് ഡിസിപ്ലിൻ വെൻ ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട്സ്. ആദ്യ കാലങ്ങളിലായിട്ട് ഇവര് ഈ ടോയ്ലറ്റിംഗ് പ്രാക്ടീസിലാണ് അവരുടെ ഒരു നല്ല ഒരു ഡിസിപ്ലിൻ ലൈഫ് തുടങ്ങുന്നത്. സ്ട്രിക്റ്റ് ട്രെയിനിങ് വിൽ റിസൾട്ട് ഇൻ ഏനൽ അഗ്രസീവ് പേഴ്സണാലിറ്റി. എന്നാൽ ഈ കുട്ടി ടോയ്ലറ്റിംഗ് പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ട്രെയിനിങ് ആണ് പേരൻസ് കൊടുക്കുന്നതെങ്കിൽ അവൻ ഏനൽ അഗ്രസീവ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിത്ത് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്രൂവൽറ്റി. അവര് ക്രൂവൽറ്റി, ഇൻഅപ്രോപ്രിയേറ്റ് ഡിസ്പ്ലേ ഓഫ് ആങ്കർ. കൃത്യമായിട്ട് ആങ്കർ എവിടെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൻ ആങ്കർ എക്സ്പ്രസ് ചെയ്യും. ആൻഡ് എക്സ്ട്രീം ഡിസ്ഓർഡർനെസ്, ഓർഡർ ഇല്ലാത്ത ഒരു അവസ്ഥകള്. And when the parents give too much importance to the anal activity of the child, the result is anal retentive personality with extreme orderness. എന്നാൽ വളരെ കൃത്യം, ഇല്ല നീ ഇന്ന് ടോയ്ലറ്റിൽ പോയി അതെല്ലാം കളഞ്ഞിട്ട് മാത്രം ഇന്ന് സ്കൂളിൽ പോയാൽ മതി. ഇത്രയും ഭയങ്കര സ്ട്രിക്റ്റ് കുട്ടി എപ്പോഴും അങ്ങനെയുള്ള കുട്ടികൾ എന്താണ് ഭയങ്കരമായിട്ട് ഓർഡർനെസ് ലേൺ ചെയ്തേക്കാം. ഹോർഡിങ് ബിഹേവിയർ,
എല്ലാം കൂട്ടി വെക്കണം എന്നുള്ള ഒരു തോന്നലിലേക്കുള്ള ഒരു ബിഹേവിയറിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്റ്റിഞ്ചിനെസ്, ആരുമായിട്ടും വലിയ സൗഹൃദമോ ആർക്കൊന്നും കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിയോ അങ്ങനെയുള്ള പ്രവണതയൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോകാം. അതോടൊപ്പം സ്റ്റബേർഡ് നേച്ചർ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഓക്കെ, അടുത്ത സ്റ്റേജാണ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഫാലിക് സ്റ്റേജ് എന്ന് പറയും. ഫാലിക് സ്റ്റേജിനകത്ത് അപ്പം ഈ ഫാലിക് സ്റ്റേജിൽ എത്തുന്നിടം വരെ ഉള്ള സമയത്തിൽ ഒരു കുട്ടിയുടെ സ്വഭാവം പൂർണ്ണമായിട്ടും രൂപീകരിക്കപ്പെടും. ഫാലിക് സ്റ്റേജ്, ദ ചൈൽഡ് എക്സ്പീരിയൻസ് അൺകോൺഷ്യസ് ഇൻഷ്യസ് ഡിസയർ ഫോർ പേരൻസ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. അപ്പം ഈ സമയത്ത് അമ്മയോടും പെൺകുട്ടികൾ അച്ഛനോടും ഒരു വല്ലാത്ത പ്രണയം, ഒരു വല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ്, വല്ലാത്ത ഒരു സ്നേഹം സൂക്ഷിക്കും. ഇതിനെയാണ് ഇദ്ദേഹം എന്താണ് 2 പേരിലാണ് പറയുന്നത്. ഒന്ന് ഈഡിപ്പസ് കോംപ്ലക്സ് എന്നും പറയും, മറ്റൊന്നിനെ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയും. ആൺകുട്ടിക്ക് അമ്മയോടുള്ള അമിതമായിട്ടുള്ള ആ ഒരു സ്നേഹത്തെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നും, പെൺകുട്ടികൾക്ക് അച്ഛനോടുള്ള അമിതമായിട്ടുള്ള ആ ഒരു സ്നേഹത്തെ ഇലക്ട്ര കോംപ്ലക്സ് എന്നും പറയും. ഇത് ഉണ്ടാകുന്നത് ഈ ഫാലിക് സ്റ്റേജിലാണ്. The boy desiring mother as a love object is known as Oedipus complex. The girl desiring father as love approval is over Electra complex. In this stage, the boy may develop fear related to his penis, which is known as castration anxiety. Castration anxiety എന്താണെന്ന് 3 മാർക്കിന് ചിലപ്പം ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. പണ്ടത്തെ ക്വസ്റ്റ്യൻസ് കൊണ്ട് വാട്ട് ഈസ് കസ്ട്രേഷൻ അൻസൈറ്റി? കസ്ട്രേഷൻ അൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ജെനിറ്റൽസ് ഉണ്ട്, പെന്നീസ് ഉണ്ട്. ഈ പെന്നീസിന് എന്താണ് അത് ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അത് അതുമായിട്ട് ആ ഒരു രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇൻ ദി സ്റ്റേജ് ദ ബോയ് മേ ഡെവലപ്പ് ഫിയർ റിലേറ്റഡ് ടു ഹിസ് പെനീസ്. അപ്പം അവന്റെ കാരണം എന്താണ്, അവൻ അറ്റാച്ച്മെന്റ് അവന്റെ അമ്മയുടെ ഇരിക്കുക. അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ഒരു സാധനം ഇല്ല, പക്ഷെ ഇവന് ഈ സാധനമുണ്ട്. അപ്പം ഇത് വലിയൊരു പ്രശ്നമാണ്. ആ ഒരു ഫിയറിന് അല്ലെങ്കിൽ ആ ഒരു അൻസൈറ്റിയെ പറയുന്ന പേരാണ് കസ്ട്രേഷൻ അൻസൈറ്റി. Attitude of the parents at this stage towards the emerging sexuality of the child are going to affect the sexual attitude and feeling of the child. ഈ സമയത്ത് ആൺകുട്ടികൾ പൊതുവെ അവരെ ജെനിറ്റൽസിനകത്ത് പിടിക്കും, പെൺകുട്ടികളും പിടിക്കും എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അവര് പിന്നീട് ഇതുമായിട്ട് ഇത് ഫിക്സേറ്റഡ് ആയിപ്പോകും. അങ്ങനെയുള്ള പ്രവണതകളൊന്നും ഉണ്ടാകരുത്. അവർക്ക് മാസ്റ്റർബേറ്റഡ് ബിഹേവിയർ ഒക്കെ കൂടും എന്നൊക്കെയാണ് ഫ്രോയിഡിന്റെ കോൺസെപ്റ്റുകൾ. ത്രെട്ടനിങ് ഓർ പണിഷിങ് ഹാസ് അഡ്വേഴ്സ് ഇഫക്ട്സ് ഇൻ അഡൽട്ട് സെക്ഷൽ ലൈഫ്. അതാണ് ഈ ആയിട്ട് പറയുന്നത്. പിന്നീട് അദ്ദേഹം വലുതായിട്ട് ഇങ്ങോട്ടുള്ള പഠനങ്ങളെ കുറിച്ച് പറയുന്നില്ല. അവസാനത്തെ ഒരു സ്റ്റേജ് ആയിട്ട് ഏജ് 6 to 12 ഇയേഴ്സിന് ലേറ്റൻസി സ്റ്റേജ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫാലിക് സ്റ്റേജ് കഴിഞ്ഞാൽ ലേറ്റൻസി 6 to 12 years. This period is sleeping period in which the child socializes and turns attention towards and form relationship with others. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ സെയിം സെക്സിലേക്കുള്ള റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് അവിടെ കളിയും ചിരിയും ബഹളവും അങ്ങനെയുള്ള സൗഹൃദങ്ങളിലേക്ക് പോകുന്ന ഒരു സമയമായിട്ടാണ് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയത്തെ പറയാൻ. The former sexual interests are replaced by interest in his playmates, a wide variety of activities in school like games and sports. പിന്നീട് 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള സമയത്തെ അദ്ദേഹം വിളിക്കുന്നത് ജെനിറ്റൽ സ്റ്റേജ് എന്നാണ്. ഈ സമയത്ത് വീണ്ടും കുട്ടി എന്ത് ചെയ്യും, പഴയതിലേക്ക് തിരിച്ചു വരും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് മറ്റൊരു അവരുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. This stage lasts until old age. The adolescents develop interest in the opposite sex. ഈ 12ാമത്തെ വയസ്സ് മുതൽ 18ാമത്തെ വയസ്സും അതിനപ്പുറത്തോട്ടും പോകുമ്പം ആൾക്കാർ എന്താണ് സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് സെക്സിനകത്ത് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ദ സെക്ഷൽ എക്സ്പെരിമെന്റേഷൻ, ഈ 12ാമത്തെ 13ാമത്തെ വയസ്സിൽ ഇവര് എന്താണ് ജെനിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെരിമെന്റ്സ് നടത്തുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഈ അഡോളസൻസ് കൗൺസിലിംഗ് എന്തെങ്കിലും ഡിഫറെന്റ് ഏരിയ എന്ന് പറയുന്നത്. ഈ സമയത്ത് അവരുടെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ സമയത്ത് ഇവരെന്താണ്
അവർ കുറേ കാര്യങ്ങൾ വായിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. സെക്സ്വൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്ന പ്യൂബർട്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും അതുമായിട്ട് ഹോർമോണുകൾ ചേഞ്ച് ഉണ്ടാകുന്നു. അവർ അതിനകത്ത് എക്സ്പെരിമെന്റ്സ് നടത്തുന്നു. ചില കുട്ടികൾ മാസ്റ്റുർബേറ്റ് ചെയ്ത് അത് എക്സ്പെരിമെന്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ചെയ്ത് പോകുന്ന ഒരു സമയമാണ് ഈ ഒരു പ്രായഘട്ടം എന്ന് പറയാൻ. ടു ലവ് ആൻഡ് ടു വർക്ക് ഹാസ് ബിക്കം ഹിസ് മോട്ടോ. ഈ സമയത്ത് അവരുടെ ഏറ്റവും വലിയ മോട്ടോ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എല്ലാവരും സ്നേഹിക്കുക എന്നുള്ളതാണ്. സിൻസ് ഫ്രോയിഡ് വാണ്ടഡ് ടു റിസോൾവ് സെക്ഷൽ ഇഷ്യൂസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 6 years ഓഫ് ലൈഫ്, he did not go into the great detail ഡിസ്കസിങ് ദ ക്രൈസിസ് അസോസിയേറ്റഡ് വിത്ത് അഡോളസൻസ് ആൻഡ് അഡൽട്ട്ഹുഡ്. ഇങ്ങോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഫ്രോയിഡ് പിന്നീട് വലുതായിട്ട് ഈ 12 വയസ്സിന് ശേഷം ഉള്ളതിനെ കുറിച്ച് വലുതായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പിന്നീട് വീണ്ടും പുറകിലേക്ക് പോയിട്ട് സംസാരിക്കുന്നത് മൊത്തം ഈ 6 വയസ്സ് വരെയുള്ള പ്രായഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അതിന് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഐഡിയ പിടികിട്ടിയോ? എഴുതാൻ വേണ്ടിയാവും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ? അപ്പം ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് നല്ല ഒരു ശതമാനം ആൻസർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. എൻ്റെ ലാപ്ടോപ്പിന്റെ കംപ്ലീറ്റ് ചാർജ് തീർന്നു കേട്ടോ, കറണ്ട് ഇല്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ, ഒരെണ്ണവേ ചോദിക്കത്തുള്ളൂ, പല രീതിയിലായിരിക്കും ചോദിക്കാം. ടിപ്പോളജി ചോദിക്കാം, ഫ്രോയിഡിന്റെ കോൺസെപ്റ്റ് ചോദിക്കാം, എന്താണ് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഡിഫൻസ് മെക്കാനിസം ചോദിക്കാം. ഏകദേശം ഒരു 3-4 ചോദ്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രോയിഡിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വേണം. അതിന്റെ നോട്ടിന്റെ അവസാനം ഒരു കൺക്ലൂഷൻ എഴുതാനായിട്ട് എല്ലാത്തിനും ഒന്ന് തന്നെ എഴുതിയാൽ മതി. എഴുതി സെറ്റാക്കി വെക്കുക. പിന്നെ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് ഈ ആൻസർ ചെയ്യുക. ഇതായിരിക്കും കൂടുതലും ചോദിക്കുന്നത്. എപ്പോഴും ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ആണ്. ഈ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് പല സൈക്കോളജിസ്റ്റുകളുടെ ഉണ്ട്. ചിലപ്പം കമ്പാരിസൺ ചോദിക്കും. ഒരു ഉദാഹരണത്തിന് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷനും എറിക് എറിക്സന്റെ സൈക്കോസെക്ഷനും ചോദിക്കും. രണ്ടും 2 കാര്യങ്ങളാണ്. അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ഒരു കമ്പാരിസണും കൂടി വെച്ചൊന്ന് വായിച്ച് പഠിച്ചേക്കുക. അപ്പൊ നമുക്ക് അത്രയും തീർന്നു. പിന്നെ സൈക്കോതെറാപ്പി നമുക്ക് ആവശ്യമില്ല, പഠിക്കാനായിട്ടില്ലല്ലോ. അനലിറ്റിക് സൈക്കോതെറാപ്പി യുങ്ങിന്റെ ഉണ്ടല്ലോ, നമുക്ക് യുങ്ങിന്റെ ഉണ്ട്. യുങ്ങിൻ്റെത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം 2 കാര്യങ്ങളുണ്ട്. ആണ് കോൺഷ്യസ്നെസ്, എന്താണ് അൺകോൺഷ്യസ്നെസ്, അതോടൊപ്പം തന്നെ എന്താണ് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്. കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഈ യുങ്ങിന്റെ തിയറിയാണ്. കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രോയിഡിന്റെ സംഭവമാണ്. അത് കമ്പാരിസൺ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യുങ്ങിന്റെ തിയറി. യുങ് പറയുന്നത് എന്താണ്? പഴയ കാലങ്ങളിൽ നമ്മുടെ പൂർവികർക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറേയേറെ അറിവുകളും കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന അറിവുകളെയും ഇതിനെയെല്ലാം നമ്മൾ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ ബാക്കി നോട്ടിനകത്തൊന്ന് വായിച്ചാൽ മതി. നാളെ, ഇന്നിപ്പോൾ സമയം ഒത്തിരി ആയതുകൊണ്ട് അത്യാവശ്യം ഇത് മതിയാകും. ബാക്കി ഞാൻ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഞാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഞാൻ കുറച്ച് കൊച്ചു ചോദ്യങ്ങൾ വാട്സപ്പിനകത്തും ഇതിനകത്തും ഒക്കെ എടുത്ത് ആക്കി എങ്ങനെങ്കിലുമൊക്കെ ഇടാം. ഒന്ന് ഷെയർ ചെയ്യാവോ സർ? അയ്യോ, അങ്ങനെ പറയല്ലേ. പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്താൽ മതി. ഇതാണ് ഇൻട്രൊഡക്ഷൻ. എടുത്തോ? സോറി ഇൻട്രൊഡക്ഷൻ. ഫോട്ടോ. ഓക്കെ, അടുത്ത എടുത്തോ? പെട്ടെന്ന് എടുത്തോ? ഓക്കെ. വേണ്ട. ഇനി നമുക്ക് വേണ്ടതായി ഇത് മുതൽ എടുത്താൽ മതി. ഫ്രോയിഡിന്റെ ഹ്യൂമൻ നേച്ചർ. അതിനകത്ത് 2 പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഡിറ്റർമിനിസം, സൈക്കോസെക്ഷൽ സ്റ്റേജുകൾ. എടുത്തോ? ഓക്കെ. ഇൻസ്റ്റിങ്ക്റ്റ് എടുത്തു. പേഴ്സണാലിറ്റി. ഓക്കെ സാർ, അതെടുത്തു. ഇനി ഇത് നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഫങ്ഷൻ ഓർ ഡൈനാമിക്സ്. ഓക്കെ.
ഓക്കെ. സൂപ്പർ ഈഗോ. അതും എടുത്തു. ഓക്കെ. സ്ട്രക്ചർ ടിപ്പോളജി അത് വേണ്ട. ഇതാണ്, ഇതൊന്നും എടുത്തു. അപ്പൊ നമുക്ക് ഐഡിയ ഇട്ട് ആ പിക്ചർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ കണ്ടോ, അതെല്ലാം ഒരുമിച്ച് പോകുന്ന സംഭവമാണ്. ആൻസൈറ്റി അത് വേണ്ട. പിന്നെ ഇതെടുത്തു, ഇത് വേണ്ടതാണ്. കോമൺ. ഓക്കെ. റിയാക്ഷൻ ഫോർമേഷൻ എടുത്തു സർ. റിപ്ലേസ്മെന്റ് അതും എടുത്തു. ഓക്കെ. ഇൻട്രോജക്ഷൻ എടുത്തു സർ. ഓക്കെ. സൈക്കോസെക്ഷൽ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ഇത്രയും മാത്രം പോയിന്റുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. 1 വയസ്സ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. ഓക്കെ. ഇത്രയേ ഉള്ളൂ ജെനിറ്റൽ സ്റ്റേജ്. ഈ ഐഡിയ വെച്ചിട്ട് അങ്ങ് തള്ളി അങ്ങ് മറിച്ചേക്കുക. ഇത്രയും മതി. നന്നായിട്ട് എഴുതാം. 10 പറയൊക്കെ എഴുതാം. ഓക്കെ. പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടായിരുന്നോ? ഇത് ഞാൻ കുറെ എടുത്തയാ. എനിക്ക് എന്റേതായിട്ടുള്ള സ്റ്റുഡൻസ് വേറെ ഇഷ്ടംപോലെ ഉണ്ട്. അതല്ല സാർ, നമ്മുടെ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആരൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടെന്ന് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ കുറെ പേര് ജോയിൻ ചെയ്തു. രണ്ടാമത്തെ ഫ്രീ അസോസിയേഷൻ. ഫ്രീ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ ക്ലയന്റിനെ വെറുതെ ഇരുത്തി സംസാരിപ്പിക്കുന്നത് തന്നെയാണ്. അതിന് വെന്റിലേറ്റിംഗ് ദ ഫീലിംഗ് എന്ന് പറയും. വെന്റിലേറ്റിംഗ് ദ ഫീലിംഗ് അല്ലെങ്കിൽ എന്നൊക്കെയാണ് പറയുന്നത്. അത് ഫ്രോയിഡ് ആദ്യമായിട്ട് നടത്തിയത് അന്ന ഫ്രോയിഡ് കൊണ്ട് അന്ന ഓയും ഉണ്ട്. അന്ന ഫ്രോയിഡ് എന്ന് പറയുന്ന ഫ്രോയിഡിന്റെ മകളാണ്. മകളാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് പിന്നീട് വേറെ ഒരു തിയറി ഉണ്ടാക്കിയത്. മാറിക്കളഞ്ഞു. ഇദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് അംഗീകരിച്ചില്ല അന്ന ഫ്രോയിഡ്. എന്നാൽ ഇദ്ദേഹത്തിന് ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു, അന്ന ഓ എന്ന് അവരെ വിളിക്കുന്നത്. ഈ അന്ന ഓയിലാണ് ആദ്യമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തത്, ഇതുപോലുള്ള സംഭവങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. ആ പിക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക. അതാണ് കൗച്ചിൽ കിടത്തിയിട്ട് നമ്മള് ഇത് നടത്തുന്നത്. കൗൺസിലിംഗ് അല്ല, അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പൊ അവര് മെയിൻറ്റെയിനിങ് ദ അനലിറ്റിക്കൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് അതാണ്. കിടന്നിട്ടുള്ള വെന്റിലേറ്റിംഗ് ഫീലിംഗ് ആണ് ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഫ്രീ അസോസിയേഷന്റെ ഇടയ്ക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ നടക്കും. ചിലപ്പം സ്ലിപ്പോ ടങ്ക്, അറിയാതെ വാക്കുകൾ ക്ലയന്റിന്റെ വായിൽ നിന്ന് വീഴുന്ന അതിനെ സ്ലിപ്പോ ടങ്ക് എന്ന് പറയും. ചിലപ്പം സ്വപ്നങ്ങളായിരിക്കും അദ്ദേഹം ഇത് പറയുന്നത്. എന്താണോ അവര് പറഞ്ഞുകൊണ്ട് പോകുന്നത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കൗൺസിലറാണ്, സൈക്കോളജിസ്റ്റ് ആണ്. അപ്പം അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം മറ്റൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡ്രീം അനാലിസിസ്. ഈ ഇദ്ദേഹത്തിന് എന്താണ്, കുറെ കണ്ടൻസുകൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാകും. ആ അൺകോൺഷ്യസ് കിടക്കുന്ന കാര്യങ്ങൾ ഇദ്ദേഹം സ്വപ്നത്തിലായിരിക്കും വരുന്നത്, അത് പുറത്തേക്ക് വരുന്നത്, അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ ആ സ്വപ്നം കണ്ട അനാലിസിസ് നടത്തുന്നതാണ് ഡ്രീം അനാലിസിസ് എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റ് ചില കാര്യങ്ങളിൽ എപ്പോഴും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പറയാതെയൊക്കെ ഇരിക്കും, റെസിസ്റ്റ് ചെയ്യും. ആ റെസിസ്റ്റൻസ് കാണിക്കുന്നത് ചിലപ്പോൾ ശരീരത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ വാക്കുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ എടുക്കുന്നതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഞാൻ ഓടിച്ചിട്ടങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ, ബാക്കി നിങ്ങൾ വായിച്ച് നന്നായിട്ട് എടുക്കുക. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ട്രാൻസ്ഫറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലറിന് അല്ലെങ്കിൽ ക്ലയന്റിന് കൗൺസിലറിനോട് തോന്നുന്ന ഒരു അമിത വൈകാരിക ബന്ധത്തെയാണ് നമ്മൾ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പഴയ യോ എന്റെ പപ്പാടെ മീശ ഇതുപോലായിരുന്നു, അയ്യോ അദ്ദേഹത്തിന്റെ കണ്ണ് നോക്കി എന്റെ പപ്പാടെ അതേ കണ്ണാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാകും. അത് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പം ക്ലയന്റിന് കൗൺസിലറിനോട് തോന്നുന്ന ഒരു അമിത വൈകാരിക, അത് പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാകത്തില്ല, അമിത വൈകാരിക ബന്ധത്തെയാണ് നമ്മൾ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പം മറ്റൊരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് കൗൺസിലറിന് ക്ലയന്റിനോട് തോന്നുന്ന അമിത വൈകാരിക ബന്ധമാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ആ പെൺകുട്ടി വന്നിരുന്ന് കൗൺസിലർ യോ എവളെ സുന്ദരിയാ, പണ്ട് ഞാൻ പ്രണയിച്ച പെണ്ണിനെ കണക്കിരിപ്പുണ്ട്. കൗണ്ടർ ട്രാൻസ്ഫറൻസ്, കൗൺസിലറിന് ക്ലയന്റിനോട് തോന്നുന്നത്. അങ്ങനെ ഉണ്ടാകുന്നതിനാണ്
അത് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പം എന്താണ് എന്ന് വെച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഐഡിയ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് അനാലിസിസ് ഓഫ് ട്രാൻസ്ഫറൻസ്. അപ്പം ക്ലയന്റിന് അപ്പം നമ്മൾ ഇത് ശ്രദ്ധിക്കും. ഈ സൈക്കോ തെറാപ്പിയിൽ, ഈ അനലിറ്റിക് സൈക്കോ തെറാപ്പിയിൽ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലയന്റ് അങ്ങനെ ഇരുന്നു കാര്യങ്ങൾ പറയുന്നു, ക്ലയന്റിന്റെ ഉള്ളിൽ എന്തെങ്കിലും ട്രാൻസ്ഫറൻസ് സംഭവിക്കുന്നുണ്ടോ എന്ന് കൗൺസിലർ ചെക്ക് ചെയ്യും. ട്രാൻസ്ഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ആ സെക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് അതിന്റെ ടെക്നിക്ക്. ഇത്രയും പിടികിട്ടിയോ? അപ്പം ബാക്കി അപ്പം ഇതിനെ ജനറൽ ആയിട്ട് ഇത് മൊത്തത്തിനെയാണ് നമ്മൾ എന്താണ് സൈക്കോ അനലിറ്റിക് എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ളത് എല്ലാം നിങ്ങൾ വായിക്കണം. അപ്പം ഈ തെറാപ്പികൾ എന്താണ് അതിനകത്ത് നമ്മൾ വായിക്കേണ്ടത്, ഇദ്ദേഹത്തെ യുങ്ങിന്റെ തിയറി വായിക്കുക. അവിടെയും സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ഇത് ഈഗോ, അതോടൊപ്പം തന്നെ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് ആണ്. ഇതില്ല ഇദ്ദേഹത്തിന്. ഈഗോ ഉണ്ട്, ഇത് ഫ്രോയിഡിനായിരുന്നു. ഇദ്ദേഹത്തിന് ഈഗോ മുതലാണ്. ഈഗോയും ഉണ്ട്, അതോടൊപ്പം തന്നെ പേഴ്സണൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് ഉണ്ട്. ഇവിടെയാണ് അനിമൂസ് എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ വരും. ഇതാണ് എൻ്റെ തിയറി കേട്ടോ അദ്ദേഹത്തിന്. അത് ഓർത്തിരിക്കുക. ഈഗോ, അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ്. കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ആനിമോസ് ആണുങ്ങൾക്കുണ്ടാകുന്ന എന്താണ്, മനുഷ്യരെല്ലാവരും എപ്പോഴും ബൈസെക്ഷൽ ആണ്. ഒരാണില് പെണ്ണത്വവും ഉണ്ട്, ആണത്വവും ഉണ്ട്. അപ്പം അതിന് ആനിമൈനും ആനിമൂസും എന്നാണ് പറയുന്നത്. പിന്നെ ഷാഡോ, അതൊക്കെ നമുക്ക് നാളെ സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സൈക്കോസെക്ഷൽ അല്ല സൈക്കോ സോഷ്യൽ തിയറി ഓഫ് ഡെവലപ്മെന്റ് എന്നാണ് അതിനെ പറയുന്നത്. ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ് അവിടെ ഓറൽ സ്റ്റേജ് ഓഫ് ഫ്രോയിഡ് ആണ്. പക്ഷെ ഇവിടെ ഇവർക്കുണ്ടാകുന്നത് എന്താണ്, ഇൻഫൻസിയിൽ ഉണ്ടാകുന്ന ട്രസ്റ്റും ഉണ്ടാകാം, മിസ്ട്രസ്സും ഉണ്ടാകാം. ഇതാണ് അദ്ദേഹത്തിന്റെ തിയറി. സ്ട്രെസ് ആകും, ചിലപ്പോൾ അത് മിസ്ട്രസ് ആകാം. രണ്ടാമതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് 1 വയസ്സ് മുതൽ 3 വയസ്സ് ഫ്രോയിഡിന്റെ ഏനൽ സ്റ്റേജ് ആണ് അവിടെ. പക്ഷെ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് ആയിരിക്കും. ഇപ്പം ഫ്രോയിഡിന്റെ പ്രീ സ്കൂൾ ഏജ് 3 മുതൽ 6 വയസ്സ് വരെയുള്ള സ്റ്റേജ് ആണ് പ്രീ സ്കൂൾ സ്റ്റേജ്, അല്ലെങ്കിൽ ഫാലിക് സ്റ്റേജ് എന്നാണ് ഫ്രോയിഡ് വിളിക്കുന്നത്. ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്നാണ് പറയുന്നത്. അതൊന്ന് വായിച്ച് പഠിക്കുക. അദ്ദേഹം 12 മുതൽ 18 വയസ്സുള്ള ജെനിറ്റൽ സ്റ്റേജ് ഫ്രോയിഡിന്റെ ആണ്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അതിന്റെ തിയറികൾ അങ്ങോട്ട് പോകുന്നത്. പിന്നെ നമുക്ക് പിന്നുള്ളത് അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ അൽദർ ഉണ്ട്, എറിക്സൺ ഉണ്ട്. നിങ്ങൾക്ക് എറിക്സൺ ഇല്ല, എറിക് പഠിക്കാനായിട്ട്. ലിസ്റ്റോക്ക് സുലിവാനുണ്ടോ? നമുക്ക് ഇല്ല, പഠിക്കാനില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും തിയറിയാണ് നമ്മൾ സൈക്കോ അനലിറ്റിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഓൾ ദ ബെസ്റ്റ്. നാളെ സമയം കിട്ടുവാണെങ്കിൽ മാക്സിമം ഞാൻ ഇടാം കേട്ടോ. ഇനി സമയം അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടോ ആകുന്നത് കൊണ്ടാണ്. സോറി.